ഈ ക്രീം ഒന്ന് തേച്ച് നോക്കിയിട്ട് നിങ്ങൾ പെടൂല. നല്ല അടിപൊളി ക്രീമാണ്. കുറേ ക്രീം നിങ്ങൾ വാരി തേക്കണല്ലേ. അപ്പൊ ഈ ക്രീം ഒന്ന് തേച്ച് നോക്കി. നല്ല അടിപൊളി സാധനമാണ്. ആർക്കും ഉപയോഗിക്കുക. പ്രായം ഇതിനൊരു പ്രശ്നമല്ല. നല്ല ഇതിവിടെ തേച്ചാൽ തിളങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ്. അടിപൊളി ക്രീമാണ്. നമ്മൾ ഒരു പ്രാവശ്യമെങ്കിലും പരീക്ഷ വെക്കി. ഇത് തേച്ച് കഴിഞ്ഞാൽ സൈഡ് എഫക്ട് വരുന്നുള്ള ആർക്കും പേടിയൊന്നും വേണ്ട. അങ്ങനത്തെ ഒരു പ്രശ്നം ഇത് വരില്ല. ഇനി ഇത് തേക്കേണ്ട സ്ഥലം ഞാൻ പറഞ്ഞ സ്ഥലത്ത് മാത്രം കൊണ്ടേ തേക്കാൻ പറ്റില്ല. എല്ലായിടത്തും കൊണ്ടേ തേച്ചിട്ട് പ്രശ്നമാക്കരുത്. ഞാൻ തേക്കണം. അപ്പൊ ഈ ക്രീം ഉപയോഗിക്കൽ ഇതിനൊക്കെ പഴക്കുന്ന പൈപ്പുണ്ട്. കുറെ കാലം പൈപ്പുള്ള കളപ്പിയുടെ പൈപ്പുകൾ ഇതിനൊക്കെ ഉപയോഗിക്കുക. പിന്നെ കറ വെച്ച കൈ ക്ലോസറ്റ് വാഷ് ബേസിന് അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ പൈപ്പാണ്. അപ്പൊ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ ഇതേപോലെ ഒന്ന് ജസ്റ്റ് നനയ്ക്കുക. ഇങ്ങനെ നനച്ചിട്ട് വെള്ളം കൊണ്ട് നനച്ചിട്ട് ഇതൊരു ശീലമനാക്കിയിട്ട് ഞാൻ കയ്യിൽ ചെയ്തത് ശീലമനാക്കിയിട്ട് ഒരു 5 മിനിറ്റ് തേച്ചില്ല. എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം നല്ലൊരു ശീലെടുത്തിട്ട് തുടച്ചാണ്ടില്ല കുട്ടപ്പനാവും. ഇതിപ്പോ ഏകദേശം ഇത് നമ്മൾ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട. ഇതിപ്പോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്താണ്. ഇത് നല്ല നിക്ലിംഗ് ഒക്കെ സെറ്റാണ്. ഇതൊന്നും തമ്മിലുള്ള മാറ്റം നോക്കി. അതേപോലെ ഈ ടാപ്പിന്റെ ഈ ഭാഗത്ത് നമ്മൾ ചെയ്തിങ്ങനെ ഇവിടെ ചെയ്തിട്ടില്ല. അപ്പൊ രണ്ടും തമ്മിലുള്ള മാറ്റം നോക്കി. ആവശ്യക്കാരൊക്കെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്താൽ മതി. സാധനം എത്തിച്ച് അങ്ങനെ തുടച്ച് ക്ലീൻ ചെയ്തതിനു ശേഷം നല്ല വെള്ളം എടുത്തിട്ട് നല്ല കഴുകി കൊടുക്കണം കേട്ടാ. വാങ്ങി തേച്ചുവളി മക്കളെ തിളങ്ങിണ്ടിട്ടാ. വിലയോ തുച്ഛം, കുടുംബം മെച്ചം. സൂപ്പർ സാധനമാണ്.